പ്രിയപ്പെട്ട ചങ്കുകളെ, അസീബടിക്കട വേണ്ട. ഇന്നത്തെ വീഡിയോ സ്ഥലക്കച്ചവടമല്ല, ഒരു തട്ടിപ്പ് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ആ തട്ടിപ്പിൽ നിങ്ങളും വന്ന് ചടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണം. ഞങ്ങളുടെ നാട്ടിലെ ഒരു 5-6-7 മാസമായിട്ട് ഒരു പൊക്കം കുറഞ്ഞ ഒരു മുണ്ടെടുത്ത പാൻറ് എല്ലാം ഇടണ മുണ്ടെടുത്ത ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് ഒരാൾ മധ്യപ്രദേശ് അങ്ങാണ്ടോ, മലയാളം ഒരു നല്ലവണ്ണം അവൻ സംസാരിക്കും. ഒരു വൈദ്യനാണെന്നും പറഞ്ഞു വന്നു. ഒരുപാട് ആളുകൾക്ക് നടുവേദന, അതിനൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുത്തവർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി കൊടുത്തപ്പോൾ അവസാനം 2ാം തവണയും 3ാം തവണയൊക്കെ മരുന്ന് മേടിക്കാൻ കൊടുത്ത കാശും കൊണ്ട് എനിക്ക് തോന്നണത് ഒരുപാട് ആളുകളുടെ നല്ല ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് പോയിട്ടുണ്ടാവും. ഒരുപാട് ആളുകളുടെ ഇന്ന് ഇവൻ അടുത്ത തവണത്തേക്കുള്ള മരുന്ന്, നല്ല മരുന്നിന് ഭയങ്കര വിലയാണ് അവൻ്റെ മരുന്നിന്. ആ മരുന്നിനുള്ള കാശും മേടിച്ചുകൊണ്ട് അവൻ മുങ്ങി. ഇപ്പോൾ അവൻ്റെ ഫോണും ഓഫാണ്, ആളുകളുടെ കാശും പോയി. അപ്പോൾ ആദ്യം അവൻ്റെ മെഡിസിൻ കൊടുത്തപ്പോഴൊക്കെ നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 2ാം തവണ ആൾക്കാർ കൊടുത്ത് അത് ഒരു കൈവേദനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫസ്റ്റത്തെ മരുന്നിന് മാത്രം തന്നെ 15,000 രൂപയ്ക്കാണ് അവൻ്റെ മരുന്ന്. ആദ്യം അവൻ സാമ്പിൾ കൊടുക്കും. സാമ്പിളിൽ കുറവ് കാണുമ്പോൾ നമ്മൾ പൈസ കൂടിയാലും രോഗം മാറണ്ടല്ല. അപ്പോൾ പൈസ വീണ്ടും 10,000 രൂപയ്ക്ക് 10,000 കൊടുക്കും, 15,000 ഒക്കെ ആയിട്ടാണ് റേറ്റ്. അവൻ ആളെയും തരം നോക്കിയിട്ടാണ് വീടുകളിൽ വന്നിട്ടാണ് നിൽക്കണം. അപ്പോൾ വീടിൻ്റെ ഇത് കണ്ടിട്ടാണ് അവൻ റേറ്റ് പറയണത്. അങ്ങനെ പറഞ്ഞ് 2ാം തവണയും ഒക്കെ 3ാം തവണയൊക്കെ ആയിട്ട് മരുന്ന് മേടിക്കാൻ കൊടുത്താൽ നല്ല ശതമാനം കാശും കൊണ്ടാവും മുങ്ങി. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ വരുമ്പോൾ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുക. അതാണ് അതിന് പറ്റിയ മാർഗം.